നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. PJ ജോസഫ് UDF ടീമിലെ ഏറ്റവും മുതിർന്ന നേതാവും വഴികാട്ടിയുമാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. MLA ഹോസ്റ്റലിലെത്തി PJയെ സതീശൻ സന്ദർശിച്ചു. തൊടുപുഴ തെനക്കുന്നപള്ളിയിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളും അഞ്ചേകാലും കോപ്പ് സമർപ്പണവും മെയ് 16, 17 തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ജോസ് പൊതൂർ അറിയിച്ചു. മൂവാറ്റുപുഴ തേനി ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ പ്രത്യേക യോഗപ്രകാരം തൊടുപുഴ MLAക്ക് നിവേദനം കൈമാറി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ടാണ് നിവേദനം കൈമാറിയത്. വിദ്യാലയങ്ങളിലെ പ്രഥമാധ്യാപകർക്കും കലാലയ പ്രതിനിധികൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച തൊടുപുഴ പോലീസ്. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം DYSP ബൈജു PM നിർവഹിച്ചു. ആഹ്ലാദ പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. PJ ജോസഫ് UDF ടീമിലെ ഏറ്റവും മുതിർന്ന നേതാവും വഴികാട്ടിയുമാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. ഭരണത്തിൽ മികവ് പുലർത്തിയിട്ടുള്ള ഒരാളുമാണ് അദ്ദേഹം. ജലസേചനം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, റവന്യൂ തുടങ്ങി നിരവധി പ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവയോരോന്നും മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് PJ ജോസഫ്. താൻ UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും വാത്സല്യവും പിതൃതുല്യമായ പരിചരണവും ലഭിച്ചിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. അതിന് അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നതായും വ്യക്തമാക്കി. MLA ഹോസ്റ്റലിലെത്തി PJ ജോസഫിനെ സതീശൻ സന്ദർശിക്കുകയും ചെയ്തു. VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തൊടുപുഴയിൽ നടത്തിയത് വർഗീയ പ്രകടനമാണെന്നും ഹൈന്ദവ സമുദായ നേതാക്കളെ തെരുവിൽ അപമാനിക്കുന്ന തരത്തിൽ അധിക്ഷേപിച്ച യൂത്ത് ലീഗ് തീ കൊളുത്തിക്കൊണ്ട് തലചൊറിയുകയാണെന്നും യുവമോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് അനന്തു മങ്കാട്ടിൽ. യൂത്ത് ലീഗ് തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തണമെന്നും ഭാരതത്തിലാണ് കേരളമെന്ന് പാണക്കാടുള്ളവർ ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ഹൈന്ദവ നേതാക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള യൂത്ത് ലീഗിന്റെ പ്രകടനം അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശനെ തെരഞ്ഞെടുത്തിൽ ആഘോഷ പ്രകടനം എന്ന തരത്തിൽ തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കേരളത്തിലെ പ്രമുഖ സമുദായ നേതാക്കളായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെ അടക്കം തെരുവിൽ അസഭ്യം പറയുകയും അവമാനിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രകടനം നടത്തുകയുണ്ടായി. കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാമിക ഭീകരവാദം വളർത്തുകയും ജമാഅത്തിലെ അടക്കമുള്ള മതരാഷ്ട്രവാദങ്ങളിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകുവാനാണ് യൂത്ത് ലീഗ് ശ്രമിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ അവലും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതേ പാതയിലാണ് യൂത്ത് ലീഗിന്റെ പോക്കെങ്കിൽ യൂത്ത് ലീഗിനെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന കാലം അതിവിദൂരമല്ല. കേരളത്തിലെ തീവ്രവാദം വളർത്തുവാനാണ് യൂത്ത് ലീഗും മുസ്ലിം ലീഗും ശ്രമിക്കുന്നതെങ്കിൽ പാണക്കാട്ടെ തങ്ങന്മാർക്ക് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെയും വേണ്ടി രക്തസാക്ഷി ഫണ്ട് സമാഹരിക്കേണ്ട സ്ഥിതിയിലേക്ക് കേരളം പോവുകയെന്നാണ് ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്. തൊടുപുഴ തെനക്കുന്നപള്ളിയിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളും അഞ്ചേകാലും കോപ്പും സമർപ്പണവും മെയ് 16, 17 തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ജോസ് പൊതൂർ അറിയിച്ചു. 16-ന് വൈകിട്ട് 4:30 കോതമംഗലം രൂപതാ വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ കൊടിയേറ്റ് നിർവഹിക്കും. 6-ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. തൊടുപുഴ തെനക്കുന്നപള്ളിയിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ മെയ് 16, 17 ദിവസങ്ങളിൽ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമെന്ന് പള്ളി വികാരി ഫാദർ ജോസ് പൊതൂർ അറിയിച്ചു. 16-ന് വൈകിട്ട് 4:30 കൊടിയേറ്റ്, ലദ്ദീഞ്ഞ്, അഞ്ചേകാലും കോപ്പും സമർപ്പണം, ശതോത്തര പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനം, ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം എന്നിവയ്ക്ക് കോതമംഗലം രൂപത വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ നേതൃത്വം വഹിക്കും. വൈകിട്ട് 6 മണിക്ക് പ്രദക്ഷിണം,
17-ന് രാവിലെ 9:30 ലതീഞ്ഞ്, 9:45 ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ വൈസ് റെക്ടർ റവറൻ ഫാദർ പോൾ വാലമ്പാറയ്ക്കൽ നേതൃത്വം വഹിക്കും. രാവിലെ 11:30 പ്രദക്ഷിണം എന്നിവയാണ് തിരുനാൾ പരിപാടികളെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴയുടെ മതമൈത്രിയും ചരിത്ര പ്രാധാന്യവും വിളിച്ചോതുന്ന പാരമ്പര്യമാണ് 174 വർഷങ്ങളായി നടക്കുന്ന അഞ്ചേകാലും കോപ്പും സമർപ്പണം. 1852 തെനങ്കുന്ന് പള്ളി സ്ഥാപിക്കാനായി സൗജന്യമായി സ്ഥലം ദാനം ചെയ്തതും സംരക്ഷണം നൽകിയും അന്നത്തെ കരപ്രധാനിയായിരുന്ന മണക്കാട് മുണ്ടയ്ക്കൽ തറവാട്ടിലെ രാമൻ നായർ എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ചെയ്ത ഈ സഹായത്തിന് നന്ദി സൂചകമായാണ് എല്ലാ വർഷവും പ്രധാന തിരുനാൾ ദിവസം മുണ്ടയ്ക്കൽ തറവാട്ടിലേക്ക് അഞ്ചേകാലും കോപ്പും നൽകുന്ന പതിവ് ആരംഭിച്ചത്. അഞ്ചേകാൽ എന്നതുകൊണ്ട് അഞ്ചേകാൽ ഇടങ്ങഴി അരി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോപ്പ് എന്നതിന്റെ അർത്ഥം സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്നാണ്. അരിക്ക് പുറമെ ചെറുപയർ, പരിപ്പ്, പപ്പടം, ശർക്കര, ജീരകം, കായം, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, വൻപയർ, കടുക്, സവോള, ഉള്ളി, പടവലം, ഇഞ്ചി, പച്ചക്കായ, ക്യാബേജ്, മുളക്, തേങ്ങ, വെള്ളരി, മത്തങ്ങ, മുരിങ്ങക്കായ, ഞാലിപ്പൂവൻ പഴം, പച്ചപ്പയർ, കറിവേപ്പില, വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയും നൽകുന്നു. തെനങ്കുന്ന് പള്ളിയിലെ തിരുനാളിന് 5 നാൾ മുമ്പ് പള്ളിയിലെ വികാരിയച്ഛനും കൈക്കാരന്മാരും ചേർന്ന് മുണ്ടയ്ക്കൽ തറവാട്ടിലെത്തി ആ കുടുംബത്തെ തിരുനാളിന് ക്ഷണിക്കുകയും ചെയ്യുമെന്ന് പള്ളി അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആൻഡ്രൂസ് മൂലയിൽ അറിയിച്ചു. തൊടുപുഴ തെനങ്കുന്ന് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പേരിലുള്ള പള്ളി ഏറെ പുരാതനവും ചരിത്രപരമായിട്ട് ഏറെ പ്രാധാന്യവുമുള്ള ഒരു പള്ളിയാണ്. 1852 പള്ളി സ്ഥാപിതമാവുന്നത്. പള്ളി സ്ഥാപിക്കുന്ന കാലഘട്ടത്തിൽ പള്ളി പണിയാൻ ആവശ്യമായ സ്ഥലം വേണ്ടി വന്നപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവര് സമീപിച്ചത് ഇവിടുത്തെ കരപ്രധാനിയായിരുന്ന മണക്കാട് മുണ്ടയ്ക്കൽ തറവാട്ടിലെ രാമൻ നായർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പള്ളി പണിയുന്നതും പിന്നീട് പള്ളിക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നതും അദ്ദേഹമാണ്. അതിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് അഞ്ചേകാലും കോപ്പും കൊടുക്കുക എന്നുള്ള ഒരു പാരമ്പര്യം ആരംഭിക്കുന്നത്. പള്ളി പണിത വർഷം മുതൽ പള്ളിയുടെ പ്രധാന തിരുനാൾ ദിവസം ഈ മുണ്ടയ്ക്കൽ തറവാട്ടിലെ അംഗങ്ങൾക്ക്, അവിടുത്തെ കാരണവർ നേതൃത്വത്തിൽ അംഗങ്ങൾ വരും. അവർക്ക് പള്ളിയിൽ നിന്നും അഞ്ചേകാലും കോപ്പും കൊടുക്കും. അഞ്ചേകാൽ എന്ന് പറഞ്ഞാൽ അഞ്ചേകാൽ ഇടങ്ങഴി അരിയാണ്. കോപ്പ് എന്ന് സദ്യക്ക് ആവശ്യമായ സാധന സാമഗ്രികളാണ്. തൂശനയിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വട്ടക്കുട്ടയിലും കോരുകൊട്ടയിലും വെച്ച് നിറച്ച് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് പള്ളിയിലെ വികാരിയച്ഛനും കൈക്കാരന്മാരും കൂടി ഈ കുടുംബത്തിന് കൈമാറും. അവരത് സന്തോഷപൂർവ്വം സ്വീകരിക്കും. 174 വർഷമായിട്ട് മുടങ്ങാതെ നടക്കുന്ന ഒരു പാരമ്പര്യമാണിത്. തൊടുപുഴയുടെ ഒരു ചരിത്രത്തിന്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മതസൗഹാർദ്ദവുമെല്ലാം ഈ ഒരു ആചാരം വിളിച്ചോതുന്നുണ്ട്. ഈ വർഷം തെനങ്കുന്ന് പള്ളി സ്ഥാപിതമായതിന്റെ ശതോത്തര പ്ലാറ്റിനം ജൂബിലി ആരംഭിക്കുകയാണ്. 175ാമത്തെ വാർഷികത്തിലേക്ക് ജൂബിലിയിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിലും ആഘോഷമായിട്ട് നമ്മൾ ഈ അഞ്ചേകാലും കോപ്പും ആചാരം അനുഷ്ഠിക്കുന്നുണ്ട്. 16-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:30 ഈ അഞ്ചേകാലും കോപ്പും ആചാരം നടത്തുന്നത്. കോതമംഗലം രൂപതയുടെ മുഖ്യ വികാരി ജനറൽ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തില് അന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതാണ്. മുണ്ടയ്ക്കൽ തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവരായ ഗോപാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 30 വർഷമായി പള്ളിയിലെത്തി ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നത്. തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി റവറൻ ഫാദർ ജോസ് പൊതൂർ അറിയിച്ചു. പ്രിയമുള്ളവരെ, തൊടുപുഴ സെയിന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ ചരിത്രപ്രസിദ്ധമായ തനങ്കുന്ന് പള്ളിയിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ഈ മാസം 16, 17 ശനി ഞായർ തീയതികളിൽ ആഘോഷിക്കുകയാണ്. തൊടുപുഴ ടൗൺ പള്ളിയുടെ തലപ്പള്ളിയാണ് തനങ്കുന്ന് പള്ളി. മിഖായേൽ മാലാഖയുടെ നാമധേയത്തിലുള്ള അപൂർവം ദേവാലയങ്ങളിൽ ഒന്നാണ് തൊടുപുഴ തനങ്കുന്ന് പള്ളി. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. തിരുനാൾ കർമ്മങ്ങൾക്ക് പള്ളി അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആൽബർട്ട് പീച്ചാട്ട്, കൈക്കാരന്മാരായ ജോൺ ടി എ തയ്യിൽ, KV ആന്റണി കൂനമ്പാറയിൽ എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ KSRTC ഡിപ്പോയിൽ നിന്ന് എറണാകുളത്തിന് പുറപ്പെട്ട ബസിന്റെ ടയർ പഞ്ചറായ വിവരമറിഞ്ഞിട്ടും ജീവനക്കാർ യാത്ര തുടർന്നുവെന്ന് പരാതി. യാത്രക്കാരുടെ പരാതി ശക്തമായതോടെ ബസ് വഴിയിലൊതുക്കി. പരീക്ഷ എഴുതുന്നതിനടക്കമുള്ള കുട്ടികൾ ഉൾപ്പെടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പെരുവഴിയിലുമായി. രാവിലെ 10-ന് നടക്കുന്ന പരീക്ഷ എഴുതാനുള്ള വിദ്യാർത്ഥികൾ വരെ ബസ്സിലുണ്ടായിരുന്നു.
വെള്ളിയാഴ്ച രാവിലെ 8-ന് KSRTC സ്റ്റാൻഡിൽ നിന്നും എടുത്ത ബസ് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ആളെ കയറ്റാൻ നിർത്തിയപ്പോഴാണ് ബസിന്റെ പിന്നിലെ ടയർ പഞ്ചറാണെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. സ്റ്റാൻഡിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് ഡ്രൈവർമാരാണ് ഈ വിവരം KSRTC ജീവനക്കാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇതിനോടകം ബസ്സിൽ സീറ്റിംഗ് കപ്പാസിറ്റി നിറഞ്ഞ യാത്രക്കാർ കയറിയിരുന്നു. ബസ് പോകുമോ അതോ വേറെ ബസ്സിൽ കയറണോ എന്ന് യാത്രക്കാർ സന്ദേഹം പ്രകടിപ്പിച്ചു. എന്നാൽ ബസ് പോകുമെന്ന നിലപാടിലായിരുന്നു KSRTC ജീവനക്കാർ. ബസ് എറണാകുളത്തിന് യാത്ര തുടരുകയും ചെയ്തു. വഴിയിൽ നിന്നും ആളെ കയറ്റുകയും ചെയ്തു. രാവിലെ 10-ന് നടക്കുന്ന പരീക്ഷ എഴുതാനുള്ള വിദ്യാർത്ഥികൾ വരെ ബസ്സിലുണ്ടായിരുന്നു. ബസ് ഏറെ ദൂരം പിന്നിട്ടപ്പോൾ യാത്ര മുടങ്ങുമെന്ന അവസ്ഥയായി. യാത്രക്കാർ വിവരം KSRTC അധികൃതരെ ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതോടെ ഡ്രൈവറും കണ്ടക്ടറുമായി ചർച്ച ചെയ്ത് ബസ് വാടകുളത്തിന് സമീപം റോഡരികിൽ ഒതുക്കി. യാത്രക്കാരെ പിന്നാലെ വന്ന് ബസ്സുകളിൽ കയറ്റിവിട്ടു. മിക്ക ബസ്സുകളും തിങ്ങി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇതിലേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് യാത്രക്കാർ കയറിപ്പോയത്. 11 മണിക്ക് ശേഷമാണ് യാത്രക്കാർക്ക് എറണാകുളത്ത് എത്താൻ സാധിച്ചത്. സാധാരണ ഈ ബസ് രാവിലെ 10-ന് എറണാകുളത്ത് ചെല്ലുന്നതാണ്. നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ മറ്റ് ബസ്സുകളെ ആശ്രയിക്കാമായിരുന്നു എന്നും ജീവനക്കാർ ഇതിന് തയ്യാറാകാതിരുന്നതാണ് ബുദ്ധിമുട്ടിന് ഇടയാക്കിയതെന്നും യാത്രക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂവാറ്റുപുഴ തേനി ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ പ്രത്യേക യോഗ തീരുമാനപ്രകാരം തൊടുപുഴ MLAക്ക് നിവേദനം കൈമാറി. നിർദ്ദിഷ്ട റോഡിലെ തർക്കഭാഗം MLA നേരിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും റോഡ് കടന്നു പോകേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകളുമായി സംവദിക്കുമെന്നും അറിയിച്ചു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഇതിനായി പ്രയോജനപ്പെടുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജനപ്രതിനിധികളുടെ തീരുമാനപ്രകാരമുള്ള നിവേദനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് MLAക്ക് കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ മാത്യു, ഡിവിഷൻ മെമ്പർ ഷൈനി റജി, പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി ജോസഫ്, ബിജു മാനുവൽ, സന്ധ്യ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു, സുബിൻ കോപ്രത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കളക്ടറിന്റെ അധ്യക്ഷതയിൽ ഒരു റവന്യൂ അധികാരികളെയും സർവേ അധികാരികളെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു പ്രാഥമിക മീറ്റിംഗ് അടിയന്തരമായിട്ട് നമുക്ക് വിളിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഒരു വഴി വരുന്നത് ഈ ഒരു മേഖലയ്ക്ക് വളരെയേറെ പുരോഗതികൾ, നമുക്കറിയാം തൊടുപുഴയുടെ എന്ന പട്ടണത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് തൊടുപുഴയുടെ ബൈപ്പാസുകൾ വന്നപ്പോഴാണ് തൊടുപുഴ വികസിച്ചത്. തീർച്ചയായും ഇവിടെ ഭൂമിയുള്ള എല്ലാവർക്കും, ഇതിന് ഇരുവശങ്ങളിലും താമസിക്കുന്ന ഇവിടുത്തെ ഈ പ്രദേശവാസികൾക്ക് ഈ ഒരു വഴി വരുന്നത് വലിയ മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ യാത്രാ സൗകര്യം, നമുക്ക് പല മേഖലകളിലേക്കും കടന്നു പോകാൻ ഈ റോഡ് വരുന്നത് വഴി സമയലാഭവും ട്രാഫിക് കുറഞ്ഞും ഒക്കെ ഉള്ള സ്ഥിതികൾ ഇവിടെ സംജാതമാകും. തീർച്ചയായിട്ടും പ്രാഥമികമായ ഒരു പഠനം നടത്തി മുന്നോട്ട് എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള ഈ ഒരു 5 കിലോമീറ്റർ താഴെയുള്ള സ്ഥലങ്ങളിലുള്ള തടസ്സം മാറ്റി മുന്നോട്ട് പോകുന്നതിനേക്കായി ഈ സ്ഥലത്തെ ജനപ്രതിനിധികളും ആക്ഷൻ കമ്മിറ്റികളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ നടപടിയായിട്ട് കളക്ടറുടെ അധ്യക്ഷതയിൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു മീറ്റിംഗ് നമുക്ക് വിളിച്ചു കൂട്ടാം. വിദ്യാലയങ്ങളിലെ പ്രഥമാധ്യാപകർക്കും കലാലയ പ്രതിനിധികൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഡിവൈഎസ്പി ബൈജു PM നിർവഹിച്ചു. നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാലയങ്ങളിലെ പ്രഥമ അധ്യാപകർക്കും കലാലയ പ്രതിനിധികൾക്കുമായി മുൻകരുതലിന്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഹാളിൽ നടന്ന പരിപാടി ഡിവൈഎസ്പി ബൈജു PM ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വന്തം വാഹനങ്ങളുണ്ട്, കൂടാതെ സ്കൂളുകളുടേതായ വാഹനങ്ങളുണ്ട്, അതുപോലെ രക്ഷകർത്താക്കളെ ഏർപ്പാട് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ, എല്ലാ തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ട്. അപ്പോൾ ആ വാഹനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് IP പറയും, ഞാൻ ഒന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമുക്ക് എല്ലാ വാഹനങ്ങളും കൃത്യമായ ഫിറ്റ്നസ് ഉണ്ടായിരിക്കാൻ ഉറപ്പുവരുത്തുക. അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, ടാക്സ് എല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഉറപ്പുവരുത്തുക. വളരെ ചുരുക്കമാണെങ്കിലും ചില വാഹനങ്ങൾ ഫിറ്റ്നസ് കഴിഞ്ഞ് ഓടുന്നതൊക്കെ ആയിട്ട് നമുക്ക് ശ്രദ്ധയിൽ വരാറുണ്ട്. ഇപ്പം അതിൻ്റെ ഫിറ്റ്നസ് പ്രകാരമാണ് അത് നോക്കുക. അതിൻ്റെ ഷട്ടറുകൾ എല്ലാം അത് ഫിറ്റ്നസ്സിൽ ഉൾപ്പെടുന്നതാണ്. ഷട്ടറുകളെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡോറെല്ലാം കൃത്യമായി വർക്കിംഗ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ എല്ലാ ബസ്സിലും ഒരു അറ്റൻഡൻറ്റ്, ഏബിൾ ബോഡിയുടെ അറ്റൻഡൻറ്റ് എന്നാണ് പറയുന്നത്, ആരോഗ്യമുള്ള ഒരാൾ കുട്ടികളെ കയറ്റി ഇറക്കുന്നതിനൊക്കെ വേണ്ടി ബസ്സിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അത് ഒരു കൃത്യമായി ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കണം. അത് ഒന്ന് ഉറപ്പുവരുത്തുക. SHO സിജോ വർഗീസ്, PRO ബിജു VA, പ്രത്യാശ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹണി എന്നിവർ പ്രസംഗിച്ചു. പങ്കെടുത്തവരിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു.
വിവിധ സ്കൂളുകളിൽ നിന്നായി 50ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആഹ്ലാദ പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. തൊടുപുഴയിൽ നടന്ന പ്രകടനത്തിൽ പ്രവർത്തകർ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചതിനെ തുടർന്നാണ് അച്ചടക്ക നടപടി. യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നടപടിയെ മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. സംഭവത്തിൽ ഗൗരവകരമായ നിരീക്ഷണങ്ങളാണ് പാർട്ടി നടത്തിയത്. പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ പാർട്ടിയുടെ അന്തസ്സിനും പാരമ്പര്യത്തിനും നിരക്കാത്തതാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം അറിയിച്ചു. ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുകടക്കരുതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരത്തെ തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലംഘിച്ചവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി വ്യക്തമാക്കി. വിവാദ മുദ്രാവാക്യം വിളിച്ച വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേതൃത്വം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറത്ത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ മൊബൈൽ മോഷ്ടിച്ചു. ബുധനാഴ്ചയാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിലേക്കുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫോണായിരുന്നു മോഷണം പോയത്. കളിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വണ്ണപ്പുറത്ത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ മൊബൈൽ മോഷ്ടിച്ചു. ബുധനാഴ്ചയാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിലേക്കുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫോണായിരുന്നു. ഇതിലേക്കാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ട്യൂഷൻ സംബന്ധമായ ആവശ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വേണ്ടി ബന്ധപ്പെട്ടിരുന്നത്. ഞാൻ ഈ റൂമിലായിരുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിലായിരുന്നു ഫോണിരുന്നത്. അപ്പുറത്തെ മുറിയിലെ ടേബിളിന്റെ മുകളിലാണ് ഫോണിരുന്നത്. അപ്പോൾ ഫോണിരുന്ന് രണ്ടുപേര് വന്ന് ഇവിടുന്ന് കടന്നു പോകുന്ന ഞാൻ കണ്ടു. പക്ഷെ അവര് അത് എടുത്തു ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ അപ്പുറം നോക്കിയപ്പോൾ അപ്പുറം പോയി ഫോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഫോൺ കാണുന്നില്ല. ഒരു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഒരു 3 മണി 4 മണിക്കുള്ള ഒരു ഗ്യാപ്പിലാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. 2 മുറികളിലായിട്ടാണ് ട്യൂഷൻ നടക്കുന്നത്. അധ്യാപിക ഫോൺ ഒരു മുറിയിൽ വെച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോയ സമയത്താണ് മോഷണം നടന്നത്. ബി സ്മാർട്ട് അബാക്കസ് ട്യൂഷൻ സെന്ററിലെ 20,000 രൂപ മുകളിൽ വില വരുന്ന ഫോണാണ് മോഷ്ടിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച വണ്ണപ്പുറത്ത് കടയിൽ നിന്നും പണം മോഷ്ടിച്ചിരുന്നു. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. കളിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. മുൻ മുഖ്യമന്ത്രിയും നിയുക്ത പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് സതീശൻ പിണറായിയെ സന്ദർശിച്ചത്. വസതിയിലെത്തിയ സതീശനെ പിണറായി വിജയനും കുടുംബവും സ്വീകരിച്ചു. പിണറായി വിജയനെ വീട്ടിലെത്തി കാണുമെന്ന് നേരത്തെ സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പിണറായി ഭാര്യയ്ക്കും മക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പം വന്നാണ് സതീശനെ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയായി സതീശനെ AICC പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെയും CPM തീരുമാനിച്ചിരുന്നു. CPM സംസ്ഥാന സമിതിയിലാണ് തീരുമാനം. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ദൌത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. തീർച്ചയായിട്ടും. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം ആചരിച്ചു. തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഏരിയ പ്രസിഡന്റ് PK അബിൻ പതാക ഉയർത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KA ബിന്ദു അഭിവാദ്യം ചെയ്തു. കേരള NGO യൂണിയൻ 63ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മെയ് 15-ന് പതാക ദിനം ആചരിച്ചു. തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഏരിയ പ്രസിഡന്റ് PK അബിൻ പതാക ഉയർത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KA ബിന്ദു അഭിവാദ്യം ചെയ്തു. ജീവിതം കരിപ്പിടിപ്പിക്കാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന ഒരവസ്ഥ, മേലധികാരികൾക്കെതിരായി അല്ലെങ്കിൽ അവരുടെ അവഹേളനത്തിന് തിരിച്ച് ഒരു വാക്കുപോലും ഉരിയാടാകാൻ പറ്റാത്ത അവസ്ഥ,
ആ ഒരു സ്ഥിതിയിൽ നിന്ന് കേരളത്തിലെ ജീവനക്കാരെ ഇന്നത്തെ നിലയിലേക്ക് ഏറ്റവും അന്തസ്സോടെ ജീവിക്കാൻ പ്രാപ്തരാക്കിക്കൊണ്ട് 3 അക്ക ശമ്പളത്തിൽ നിന്നും 5 അക്കത്തിലേക്കും 6 അക്കത്തിലേക്കും ഒക്കെ കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പളം എത്തിച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഒക്കെ വേണ്ടി ശബ്ദരാക്കാൻ പാകത്തിന് ജീവനക്കാരെ പ്രാപ്തരാക്കിക്കൊണ്ട് നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും അനിശ്ചിതകാല പണിമുടക്കുകളും അടക്കം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംഘടന ഈ കഴിഞ്ഞ 63 വർഷം കേരളത്തിലെ സിവിൽ സർവീസിനെ നയിച്ചിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ, ജില്ലാ ട്രഷറർ പി എം റഫീഖ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എം റംസീന, ഏരിയ സെക്രട്ടറി പി എം മുഹമ്മദ് ജലീൽ എന്നിവർ പ്രസംഗിച്ചു. മെയ് 28, 29, 30 തീയതികളിൽ കോട്ടയം DM കൺവെൻഷൻ സെന്ററിലാണ് സംസ്ഥാന സമ്മേളനം ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിപുലമായ മെഗാ ക്ലീനിംഗ് പരിപാടിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു നിർവഹിച്ചു. പൊതുസ്ഥലങ്ങളിലും ഓടകളിലും കുമിഞ്ഞുകൂടിയിരിക്കുന്ന ചപ്പുചവറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്ത് ജല ഒഴുക്ക് സുഗമമാക്കുന്നതാണ് ആദ്യഘട്ട പ്രവർത്തനമെന്ന് അധികൃതർ അറിയിച്ചു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് പഞ്ചായത്തിലെ ഓടകളും പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ 14 വാർഡുകളിലുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ, ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാലുമോൾ സാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ശുചീകരണത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മുക്തമായിട്ടുള്ള ഒരു നാടിനെ സംരക്ഷിക്കുക, അതിനെ ഉയർത്തിക്കൊണ്ടുവരിക. ഹരിത പഞ്ചായത്തായിട്ട് ബൈസൺ വാലി പഞ്ചായത്ത് മുൻ ഭരണസമിതി ഇരുന്ന സമയത്ത് ഹരിത പഞ്ചായത്തായിട്ട് നമ്മുടെ ബൈസൺ വാലി പഞ്ചായത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് മുൻപോട്ട് വയ്ക്കുന്നത്. റോഡുകളുടെ വികസനം, കെട്ടിടങ്ങളുടെ വികസനം മാത്രമല്ല, നമ്മുടെ പ്ലാസ്റ്റിക് മുക്തമായിട്ടുള്ള ഒരു വികസനം കൂടി നമ്മുടെ പഞ്ചായത്തിന് അനിവാര്യമാണ്. നല്ലൊരു ഭാവി തലമുറയ്ക്കായി നമ്മുടെ പഞ്ചായത്തിനെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളത് മുൻപോട്ട് വയ്ക്കുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പൂർവ്വകാല ശുചീകരണം നമ്മൾ നടത്തിയത്. ആദ്യഘട്ടം എന്നോണം PW റോഡിൻ്റെ ഇരുവശങ്ങളിലായി നിൽക്കുന്ന കാടുകൾ വെട്ടിത്തെളിച്ചപ്പോൾ ഉണ്ടായിരുന്ന മാലിന്യ കൂമ്പാരങ്ങൾ നമ്മൾ വൃത്തിയാക്കിയതോടുകൂടിയാണ് 1ാം ഘട്ടം ആരംഭിക്കുന്നത്. 2ാം ഘട്ടത്തിൽ ബൈസൺ വാലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരങ്ങളെല്ലാം തൊഴിലുറപ്പ് ജീവനക്കാർ വൃത്തിയാക്കിയതോടെ 2ാം ഘട്ടം നമ്മളത് നടത്തി. 3ാം ഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളും കൊട്ടങ്ങാടിൻ്റെ എല്ലാ സമീപ പ്രദേശങ്ങളും വൃത്തിയാക്കിക്കൊണ്ടാണ് നമ്മളത് ചെയ്തത്. 4ാം ഘട്ടമായിട്ടുള്ള ഈ ഒരു വാർഡ് തലത്തിലുള്ള സാനിറ്റേഷൻ പരിപാടികൾ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിലും ഓടകളിലും കുമിഞ്ഞുകൂടിയിരിക്കുന്ന ചപ്പുചവറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്ത് ജലമൊഴുക്ക് സുഗമമാക്കുന്നതാണ് ആദ്യഘട്ട പ്രവർത്തനമെന്ന് അധികൃതർ അറിയിച്ചു. ശുചിത്വ മിഷൻ ഇടുക്കി ജില്ലാ റിസോഴ്സ് പേഴ്സൺ ബാബു പോന്നോത്ത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ, JHI അരുൺ, പഞ്ചായത്ത് സെക്രട്ടറി റാം ഷാദ്, ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജിബിൻ ജെയ്സൺ, പഞ്ചായത്ത് അംഗം ബിന്ദു മനോഹരൻ, CDS ചെയർപേഴ്സൺ സുനോയ് ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയിലെ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലെല്ലാം നിറസാന്നിധ്യമായിരുന്ന EAP മുകുന്ദൻ എന്നറിയപ്പെടുന്ന P ഗോപാലകൃഷ്ണൻ നായരെ ദീനദയാ സേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. തൊടുപുഴ EAP ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ TN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴയുടെ നിയുക്ത MLA അബു ജോൺ ജോസഫ് അനുസ്മരണ സന്ദേശം നൽകി. മുകുന്ദൻ ചേട്ടൻ എന്ന് പരക്കെ അറിയപ്പെടുന്ന കുറുന്തോട്ടത്തിൽ P ഗോപാലകൃഷ്ണൻ നായരുടെ ദേഹവിയോഗം ഏപ്രിൽ 26-നായിരുന്നു. ട്രസ്റ്റിന്റെ ആരംഭകാലം മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ മഹത് വ്യക്തിയായിരുന്നു ഗോപാലകൃഷ്ണൻ നായർ. തൊടുപുഴ EAP ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ TN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴയുടെ നിയുക്ത MLA അബു ജോൺ ജോസഫ് അനുസ്മരണ സന്ദേശം നൽകി. ബിസിനസ് രംഗത്ത് കഴിവ് തെളിയിച്ച മുകുന്ദൻ ചേട്ടൻ ആധ്യാത്മിക രംഗത്തും സജീവമായിരുന്നു എന്ന വസ്തുത അബു ജോൺ ജോസഫ് ഓർമ്മിച്ചു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള മനുഷ്യരെ സ്പർശിച്ച ഒരു ജീവിതം, അത് വളരെയേറെ ധന്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും നമ്മുടെ മധ്യത്തിൽ ഇനി മുന്നോട്ടും
ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ കൂടെയും അദ്ദേഹം തുടങ്ങി വെച്ചതും വിജയകരമായി നടപ്പാക്കിയതും ഒരു സ്കൂള് മണക്കാട് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംരംഭങ്ങളിൽ കൂടിയെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ സമൂഹത്തിൽ ഇനി ഭാവി തലമുറകളിലുമൊക്കെ ദീപ്തമായി നിലനിൽക്കും. അദ്ദേഹത്തിന്റെ വിനയവും സമർപ്പണ മനോഭാവവും കഷ്ടപ്പെടുന്നവരോട് കാണിച്ചിരുന്ന അനുകമ്പയുമെല്ലാം നമുക്കെല്ലാം മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ ഇന്ന് കാണുന്ന പല വികസനങ്ങളുടെയും പിന്നിൽ മുകുന്ദൻ ചേട്ടന്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചടങ്ങിൽ അനുസ്മരണം നടത്തിയ നഗരസഭയുടെ മുൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ പറഞ്ഞു. ആദ്യം കൗൺസിലർ ആകുമ്പോൾ തന്നെ വൈസ് ചെയർമാനായി ഞാൻ ആദ്യത്തെ ഒരു ബഡ്ജറ്റ് അന്ന് വൈസ് ചെയർമാനാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, മുനിസിപ്പൽ ബഡ്ജറ്റ്. ഈ മുനിസിപ്പൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പത്രത്തിലെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ദിവസം അദ്ദേഹം വിളിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് മാർഗനിർദ്ദേശം നൽകാനുണ്ടായിരുന്നു. ഇന്നിവിടെ കാണുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ ഈ തൊടുപുഴയുടെ ഒരു വലിയ വികസനം, അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഉപദേശം ജോസഫ് സാറിനുണ്ട്. അതുപോലെ തന്നെ ഞാനന്നിവിടെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വലിയ തോതിലുള്ള ഉപദേശം അദ്ദേഹം തന്നിട്ടുണ്ട്. മുകുന്ദൻ ചേട്ടന്റെ ദേഹവിയോഗം ട്രസ്റ്റിനെ സംബന്ധിച്ച് നികത്താനാവാത്ത വിടവ് തന്നെയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി KP ജഗദീഷ് ചന്ദ്ര, രാഷ്ട്രീയ സ്വയംസേവക സംഘ വിഭാഗ് സംഘചാലക് KN രാജു, വാർഡ് കൗൺസിലർ K ഗോപാലകൃഷ്ണൻ, മർച്ചന്റ്സ് ട്രസ്റ്റ് പ്രസിഡന്റ് R ജയശങ്കർ, വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു കൃഷ്ണൻ, ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ S ലതികാമ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PJ ജോസഫ് UDF ടീമിലെ ഏറ്റവും മുതിർന്ന നേതാവും വഴികാട്ടിയുമാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. MLA ഹോസ്റ്റലിലെത്തി PJയെ സതീശൻ സന്ദർശിച്ചു. തൊടുപുഴ തെനക്കുന്ന പള്ളിയിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാളും അഞ്ചേകാലും കോപ്പ് സമർപ്പണവും മെയ് 16, 17 തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ജോസ് പൊതൂർ അറിയിച്ചു. മൂവാറ്റുപുഴ തേനി ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ പ്രത്യേക യോഗപ്രകാരം തൊടുപുഴ MLAക്ക് നിവേദനം കൈമാറി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ടാണ് നിവേദനം കൈമാറിയത്. വിദ്യാലയങ്ങളിലെ പ്രഥമാധ്യാപകർക്കും കലാലയ പ്രതിനിധികൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച തൊടുപുഴ പോലീസ്. തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം DYSP ബൈജു PM നിർവഹിച്ചു. ആഹ്ലാദ പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.